Welcome. So let's study magnetic boundary condition. Magnetic boundary condition will be easy once if you are clear with electric boundary condition. So study previous video properly and then study magnetic boundary condition. Right. So similar to the conductor, electrostatic boundary conditions. Here also we have two main equations, right? So they are, we have studied Gauss law for magnetism അല്ലേ. Gauss law for magnetismത്തിനകത്ത് ഐസൊലേറ്റഡ് പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് വി ക്യാൻ സെറ്റ് ടു സീറോ അല്ലേ. മാഗ്നറ്റിക് പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല, നോർത്തും സൗത്തും കോമ്പിനേഷൻ ആയിട്ടേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അതുപോലെ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ, ദറ്റ് ഇസ് Gauss law for magnetism. അടുത്തത് ആംപിയേഴ്സ് ലോ. ആംപിയേഴ്സ് ലോ എന്ന് പറയുന്നത്, ഇഫ് യു ടേക്ക് എ ലൈൻ carrying a current I, then there will be magnetism around it, right? So that magnetism will be concentric in nature, and that line integral of H dot dl will be equal to I according to Ampere's law. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ ബൗണ്ടറി, ഒരു നോർമൽ ബൗണ്ടറി കണ്ടീഷന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. നമുക്കറിയാം നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ. ഫസ്റ്റ് വൺ, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് B dot ds എന്ന് പറയുന്നത് ഈക്വൽ ടു 0. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് B dot ഡെൽറ്റ എസ് ഈക്വൽ ടു 0 എന്ന് റീപ്ലേസ് ചെയ്യാം അല്ലേ. ഇനി നമ്മുടെ ദിസ് ഇസ് അവർ ബൗണ്ടറി. സോ ഫസ്റ്റ് element or the first media having permeability. Earlier we have permittivity, here we have permeability. Magnetism ആണ്, magnetic field നെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. So mu1, this is will be mu2, second medium, right? So that two medias you have, നമ്മൾ earlier എന്താ ചെയ്തത്, E പാസിംഗ് ആയിട്ട് ഇമാജിൻ ചെയ്തു. ഈ കേസിൽ നമ്മൾ ബി മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നതായിട്ട്, മറ്റേത് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നതായിട്ട്, റൈറ്റ്? സോ ബി വിൽ ബി മാഗ്നറ്റിക് ഫീൽഡ്. സോ ബി ഓവർ ഹിയർ ഐ എം കോളിംഗ് ഇറ്റ് ആസ് B2, ഓവർ ഹിയർ ഐ എം കോളിംഗ് ഇറ്റ് ആസ് B1, റൈറ്റ്? സോ ഇത് രണ്ട് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സെയിം തിങ് വാട്ട് ഈസ് ബീൻ ഡൺ ഓവർ ഹിയർ. B1 എടുത്തു, B1 ടാൻജൻഷ്യലും ഉണ്ട്, B1 നോർമലും ഉണ്ട്. ഇതുപോലെ തന്നെ B2 എടുക്കുമ്പോൾ എന്ത് വരും, ടാൻജൻഷ്യൽ കോമ്പോണൻറ്റും ഉണ്ട്, നോർമൽ കോമ്പോണൻറ്റും ഉണ്ട്, റൈറ്റ്? ഇനി നമ്മുടെ സർഫസ് ഇൻ്റഗ്രലാണ് നമ്മളിപ്പോൾ ഇക്വേഷൻ, ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പിൽ ബോക്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ പിൽ ബോക്സ് വിൽ ഹാവ് എ സർഫസ് ദിസ് മച്ച് സർഫസ്, ഇത്രയും സർഫസിൻ്റെ ഏരിയയാണ് ഡെൽറ്റ എസ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരാം, നോർമൽ ഇക്വേഷൻ, നോർമൽ കോമ്പണൻ്റ് എങ്ങനെ എഴുതും, B1n ഇൻറ്റു ദിസ് ഇസ് B1n ഇൻറ്റു ഡെൽറ്റ എസ്, ദിസ് ഡെൽറ്റ എസ് അല്ലേ. സോ B1n ഇൻറ്റു ഡെൽറ്റ എസ്, അതുപോലെ B2n ഇൻറ്റു ഡെൽറ്റ എസ്, റൈറ്റ്? ഇവിടെ B ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, ഇവിടെ എന്ന് പറയുന്നത് 0 ആണ്. കോസ് 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതുകൊണ്ട് നമുക്ക് നോർമൽ കോമ്പണൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സർഫസിൽ, രണ്ട് സർഫസിലെ മാത്രമേ എടുക്കുള്ളൂ. സൈഡ് സർഫസിൽ നമ്മൾ അസ്യൂം ചെയ്തില്ല, ഓൺലി ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ്. അങ്ങനെയാണ് നമുക്ക് B1n ഡെൽറ്റ എസ് മൈനസ് B2n ഡെൽറ്റ എസ്, ഡയറക്ഷൻ ഇസ് ഓപ്പോസിറ്റ്, ബിക്കോസ് നമ്മുടെ ഫീൽഡ് താഴെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത് അല്ലേ. ഇവിടുത്തെ പക്ഷേ ഡെൽറ്റ എസ് അപ്പും ഇവിടുത്തെ ഡെൽറ്റ എസ് ഡൗണുമാണ്, നോർമൽ ഡെൽറ്റ എസ് ഡൗൺ, അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്, റൈറ്റ്? സോ B2n ഡെൽറ്റ എസ് ഈക്വൽ ടു 0. So B1n will be equal to B2n. That means ഈ ടേം ഇങ്ങനെ കണ്ടിന്യൂസ് ആണ്. നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം, B is proportional to H, right? B is proportional to H. Again B will be equal to proportionality remove ചെയ്യുമ്പോൾ B equal to mu H എന്ന് കിട്ടും. So B1ന് പകരം mu1 into H1n you have to write equal to mu2 into H2n, right? So this is discontinuous in nature. Clear? Next we will go to the second equation. What is the second equation? We have line integral of Ampere's law, that is H dot dl എന്ന് പറയുന്നത് എന്തായിരുന്നു, കറണ്ട് I ആയിരുന്നു അല്ലേ. അപ്പോൾ again നമ്മളിവിടെ ബൗണ്ടറി എടുക്കുന്നു, മീഡിയം 1 മീഡിയം 2, വി ആർ പാസിങ് വാട്ട് ആർ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻസ്. നമ്മൾ H ആണ് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ H പാസ് ചെയ്യിക്കുന്നു, H1t H1n, this is H2t H2n, right? So നമ്മളിവിടെ ലൈൻ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ഒരു ലൈൻ ഫ്രം A B C to D and back to A, ഇത്രയും ലൈൻ ഞങ്ങൾ അസ്യൂം ചെയ്യണം. ദിസ് വിഡ്ത്ത് ഇസ് ഡെൽറ്റ W, ദിസ് ഹൈറ്റ് ഇസ് ഡെൽറ്റ H. ഇനി നമ്മുടെ നോർമൽ ഇക്വേഷൻസ് പോലെ തന്നെ, അതായത് വാട്ട് ഇസ് ഇറ്റ്, H1t, നമ്മൾ വി ഹാവ് ടു മൂവ് ഫ്രം A B, this center point, then the center point to C, D, D to center point back to A. So from A to B എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, this is length is delta W, that delta W into അതിന് പാരലൽ ഏതാ,
this is the vector h1t അല്ലേ. So h1t into delta w is the first term we are going to s put, right? So both are same direction. ഇനി അടുത്തത് ഈ ഒരു ഡയറക്ഷൻ എടുക്കുക, ഇത്രയും പോയിന്റ്സ് എടുക്കുക. ആ കേസിൽ നമുക്ക് ഹൈറ്റ് ഡെൽറ്റ എച്ച് ബൈ ടു വരും. അപ്പോൾ നമുക്ക് ഇവിടെ താഴത്തോട്ട് ഇതിന് പാരലായിട്ട് വരുന്നത് h1n ആണ്. സോ h1n ഇൻറ്റു ഡെൽറ്റ എച്ച് ബൈ ടു, റൈറ്റ്? അപ്പം ഇതും ദിസ് ഇസ് ഇക്വേഷൻ. ദെൻ this is another equation. This equation becomes h2n വരും ഈ റീജിയൻ, കാരണം നമ്മൾ സെക്കൻഡ് റീജിയനിലോട്ട് കടന്നു കഴിഞ്ഞു. സോ h2n ഡെൽറ്റ എച്ച് ബൈ ടു. ഇനി ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ദിസ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ, റൈറ്റ്? ആൻഡ് h2t is in opposite direction. സോ ഇവിടുത്തെ പൊളാരിറ്റി എന്ന് പറയുന്നത് എന്ത് വരും? നെഗറ്റീവ് വരും, റൈറ്റ്? ബാക്കിയെല്ലാം ഡെൽറ്റ എച്ചുകളാണ് ഈ സൈഡിലെയും ഈ സൈഡിലെല്ലാം വരുന്നത്. ഇത് രണ്ടും മാത്രമാണ് ഡെൽറ്റ ഡബ്ല്യൂസ് വരുന്നത്, അല്ലേ? ഇനി ആസ് ടൈം പാസസ് നമ്മൾ ഈ ബൗണ്ടറി ഇത് ഷ്രിങ്ക് ചെയ്യുക, ബൗണ്ടറിയുടെ ജസ്റ്റ് സർഫസിലെത്തുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡെൽറ്റ എച്ച് വി ആർ ടെൻഡിങ് ഇറ്റ് ടു സീറോ. സോ ഒബ്വിയസ്ലി ഇത്രയും ടേംസ് അവിടെ സീറോ ആയി പൊക്കോളും. വി ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ഇറ്റ്. അഗെയിൻ ദാറ്റ് ഇസ് ഈക്വൽ ടു കറണ്ട്, യു നോ. So current can be written as what? Surface integral of j dot ds. Allengil you can write it as for a line like this, you have surface integral of k dot ds. Allengil j into delta s. Allengil j can be replaced by k in this particular line integral case. So k into delta w you can replace, right? അപ്പം അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഈ ടേം സീറോ ആയി, ഡെൽറ്റ ഡബ്ല്യു ക്യാൻസൽ ചെയ്ത് പോയി. സോ h1t മൈനസ് h2t ഈക്വൽ ടു k. ദിസ് ഇസ് ദി equation for tangential component of h. Again h can be written as b equal to mu h, no? So b equal to mu h, so h can be written as b by mu. So b1t by mu1 minus b2t by mu2 equal to k. So tangential component of this thing is discontinuous, this is also discontinuous. It has to be equal to make it continuous, right? So this is the boundary condition equation for magnetism. Thank you.